എറണാകുളം ജില്ലയിലെ ഒരു അടിപൊളി ഒരു പെറ്റ് ഷോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എറണാകുളം സിറ്റിയിൽ തന്നെ ഉള്ളൊരു പെറ്റ് ഷോപ്പാണിത്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, കുറഞ്ഞ വിലയിൽ ഹോൾസെയിൽ പ്രൈസിൽ മീനിനെയും അതുപോലെ തന്നെ അക്വേറിയൊക്കെ കിട്ടുന്ന കടകൾ എറണാകുളത്തുണ്ടോന്ന്. അപ്പോൾ അങ്ങനെ ഹോൾസെയിൽ പ്രൈസിൽ കുറഞ്ഞ വിലയിൽ അക്വേറിയവും മീനും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മറ്റ് ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് തൊട്ടടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ട്രോപ്പിക്കൽ അക്വേറിയം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ ജസ്റ്റ് അഡ്ജസൻറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ്. നമ്മുടെ തണ്ടൂലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. എനിവേ ഭയങ്കര റഷാണ്, ട്രാഫിക്കാണ്. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ അല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഗൈസ്, ട്രോപ്പിക്കൽ അക്വേറിയം എന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നമ്മുടെ സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കിസ്സിങ് ഗൗരാമി എന്നാണ് നമ്മുടെ ഈ ഒരു ഫിഷിൻ്റെ പേര്. കിസ്സിങ് ഗൗരാമി അടിപൊളി ഫിഷസാണ്. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ഡെൻസിറ്റിയിലൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. റെയറാണ് ഈ ഫിഷ്, എല്ലാ പെറ്റ് ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. ഇത് കണ്ടോ, പാൻഡ ഫിഷസ് എന്നാണ് ഇതിന് പറയണം. പാൻഡ ഗാൽ ഫിഷ്. ഇതും ഗൗരാമിയുടെ വിഭാഗത്തിൽ തന്നെ ഇവിടുന്നാണ്. ബ്ലൂ ഗൗരാമി എന്നാണ് പറയുന്ന സംഭവം. ഇത് ആക്ച്വലി പെയറിന് അപ്രോക്സിമേറ്റ്ലി ഒരു 25 രൂപ ആ ഒരു റേറ്റിലൊക്കെ ഈ ഒരു മീൻ നമുക്ക് കിട്ടും. ഇത് കാർപ്പാണ്. കാർപ്പിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഗോൾഡ് ഫിഷസാണ്. നമ്മുടെ ഗപ്പി കൂട്ടം. ഭയങ്കര എക്കണോമിക്കലായിട്ടാണ് ഇവിടെ ഗപ്പീനെ വെക്കുന്നത്. അതായത് 20 ഗപ്പികൾക്ക് എത്രയോ നിസ്സാരം 30 രൂപ അങ്ങനെ എന്തോ റേറ്റിലാണ് അവർ വിൽക്കുന്നത്. ഇത് റാൻച്ച് ഗോൾഡാണ്, ബബിൾ ഗോൾഡ്. എനിക്കില്ലാത്തൊരു ഐറ്റമാണ് ബലൂൺ മോളി. ഓ, ക്യാമറ കണ്ടപ്പോഴേക്കും നമ്മൾ പേടിച്ചു പോയി. റെഡ് ക്യാപ്പ് ഗോൾഡ് കണ്ടോ. ഈ ഫിഷിൻ്റെ ഹെഡിൽ നമുക്ക് ക്യാപ്പ് പോലെ റെഡ് കളർ ഉണ്ട്, ബാക്കി മുഴുവൻ സിൽവർ കളറാണ്. വേറെ ആണെങ്കിൽ റെഡ് ക്യാപ്പ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിയാണ്. ആക്ച്വലി ഇതിൻ്റെ വെള്ളം ശരിക്കും തെളിയാത്തതുകൊണ്ടാണ് ഇതിൽ സംഭവം കുറച്ച് കലങ്ങിയിരിക്കുന്നത്. ഗ്ലാസും അത്രയും ക്ലീൻ ചെയ്തിട്ടില്ല. നോർമലി നമ്മുടെ ഗോൾഡ് ഫിഷസിൻ്റെ കുഴപ്പമില്ല കേട്ടോ, നല്ല എക്കണോമിക്കലാണ് ഈ ഷോപ്പ്. അതായത് അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് എല്ലാ ഫിഷസും ഒക്കെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല പല പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇവിടെ ഉണ്ട്. പാൻഡാമോളിയുടെ കുറച്ചും കൂടി നല്ല കിഡുമായിട്ടുള്ള കളറാണ്. ഇത് നല്ല ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. ആ ഒരു ബ്ലാക്കും ഗോൾഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ശരിക്കും ഇതിൽ അറിയുന്നുണ്ട്. ഹൈബ്രിഡ് ടൈപ്പാണ്. സ്പോട്ടയിലുണ്ട്. സ്പോട്ടയിലൊക്കെ ഒട്ടുമിക്ക നോർമൽ ലോക്കൽ അക്വേറിയങ്ങളിലൊക്കെ കിട്ടാത്ത ഒരു മീനാണ് സംഭവം. ഇവിടെ വരുന്ന നമ്മൾ തന്നെയാണോ ഈ ഫിഷിനെ സെലക്ട് ചെയ്യുന്നത്? ഓക്കെ, ഈ ഒരു ഷോപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ തന്നെയാണ് ഞാൻ ഈ ഫിഷിനെ സെലക്ട് ചെയ്യണം. പേരെന്താ? ആണല്ലേ, ഫിഷ് ലവറാണോ? ഫിഷ് ലവറാണ്. അത് ഞാൻ എങ്ങും കാണാത്തൊരു സവിശേഷതയാണ്. നോർമലി നമ്മളൊരു അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഒരു പെറ്റ് ഷോപ്പിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പുറകെ ഭീമൻ കണ്ണുകളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഫിഷസിനെ സെലക്ട് ചെയ്യുന്നത്. അവരൊരു ബക്കറ്റും ബ്രഷും കാര്യങ്ങളും ഒക്കെ തരും. കംപ്ലീറ്റ്ലി വി ആർ അണ്ടർ സർവൈലൻസ് ആണ്. അത് മറ്റൊരു കാര്യം. കാർപ്പിൻ്റെ ഒരു വൻ ജനാവലി കൂട്ടം തന്നെയാണ് സംഭവം. സിൽവർ ഷാർക്കാണ്. ഐ ജസ്റ്റ് ലവ് സിൽവർ ഷാർക്സ്. ഗോൾഡ് ഫിഷിൻ്റെ തന്നെ ടൈഗർ. കുറച്ച് റാൻഡമായിട്ടാണോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അരോണ. ഇഷ്ടംപോലെ റോക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ട് ചീപ്പായിട്ട് ഒരുപാട് കളേഴ്സുള്ള റോക്ക് ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്.
കുറേ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ മുതലാളി ഈ ഷോപ്പിൻ്റെ. ഇതും ടൈഗർ ബാബ്, അതുപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങളാണ് സംഭവം. ബ്ലൂ ഗപ്പി. ആക്ച്വലി ഇത് അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സംഭവം. ഓരോ ബ്രീഡിങ് പെയേഴ്സിനെയും അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈമിലുണ്ടാകുന്ന ബ്രീഡുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് ചെറിയ കെയറിങ് കൂടുതൽ കൊടുക്കാനായിട്ടുള്ള ബ്രീഡിങ് ബോക്സസിൽ അവർ സെറ്റ് ചെയ്തിട്ട് അവർ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഇവിടെ അക്വേറിയം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ അക്വേറിയമാണ്. നോക്കിക്ക് നല്ലൊരു കളർ ടോൺ ആണ് ഈ അക്വേറിയം. ഫൈൻഡിങ് നീമോ പോലെയുണ്ട്. ഓ, വലിയൊരു ജാറിൽ നിറച്ചും അവർ ഫിഷ് ഫുഡ് വെച്ചിരിക്കുകയാണ്. അത് കപ്പ്, അത് കോരി എടുക്കാനായിട്ടൊരു കപ്പും ഉണ്ട്. ആക്ച്വലി ഡ്രൈഡ് ഫിഷ് ഫുഡാണ്. ഈ ഒരു സീസണിൽ കൊടുക്കാൻ പറ്റിയ ഫിഷ് ഫുഡാണ് ഡ്രൈഡ് ഫിഷ് ഫുഡ്. നിയോൺ ടെട്ര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ് സംഭവം. ഇത് ആക്ച്വലി നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഓസമാണ്. കുറച്ച് നമ്പർ ഓഫ് ഫിഷസ് വേണം, എന്നാലാണ് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് നിയോൺ ടെട്ര. ഇതെന്താ ഇത്? ബെറ്റ ഫിഷോ? അല്ല, ഫൈറ്ററോ? അമ്പോ, ഇതെന്താ റെഡാ? എത്ര പ്രൈസ്? എത്ര? 130. ബെറ്റ കളക്ഷൻ ഉണ്ടോ ഫിഷസിൻ്റെ? പുതിയ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. എവിടെ വീട്? എവിടെ? ആ, ഓക്കെ. സ്ഥിരം വരാറുണ്ട് ഈ ഷോപ്പിൽ? ഇല്ല, ആദ്യമായിട്ട്. ചേട്ടനാണോ? ബ്രദറാ? കസിൻ ബ്രദർ. ഓക്കെ, ശരി. ആ, ശരി. ഫൈറ്റർ ഫിഷസിൻ്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. എൻ്റെ പൊന്നോ, ഏകദേശം ഒരു 100 വെറൈറ്റി ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. റെഡ്, ബ്ലൂ, പേർപ്പിള്, പല ടൈപ്പ് ഫൈറ്റർ ഫിഷസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിലെടുത്തിട്ട് ഒരു സെക്കൻഡ് ലൈനും അവർ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇങ്ങനെ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കടയുടെ സ്പെഷ്യാലിറ്റി തന്നെ അത്. നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ എടുക്കാം അല്ലേ? ഫൈറ്റർ ലവറാണോ? ആണോ? ഫാമിലി? ഓക്കെ. കണ്ടോ, ഫാമിലി ആയിട്ടൊക്കെയാണ് ആൾക്കാർ മേടിക്കാൻ വന്നേക്കണം. കണ്ടോ, അക്വേറിയത്തിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ പിക്ചേഴ്സ്, സ്റ്റോൺസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കളക്ഷൻസ് അവരിവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പൊളി കളക്ഷൻസാണ്, അടിപൊളിയാണ്. കണ്ടോ, ബോട്ട് ചീപ്പ് റേറ്റ് ആണ്. അതാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഫിഷസ് അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെയാണ് അവരുടെ സ്റ്റോർ റൂം. ഇവിടെയാണ് അവർ നമുക്ക് അക്വേറിയം കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. അക്കോർഡിംഗ് ടു വെയിറ്റും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. മെഷർമെൻറ്റ്സ്, ഗ്ലാസ് കട്ട് ചെയ്യാനുള്ള ഡിവൈസസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബാക്ടീരിയല്ലോ അതുപോലെയുള്ള കുറേ മെഡിസിൻസ്, സിമിലാരിറ്റി ഉള്ള മെഡിസിൻസ്, പെയിൻസ് കാര്യങ്ങൾ, അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആക്സസറീസും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസും കുറേയൊക്കെ ഉണ്ട്. ഈ ഒരു ഷോപ്പ് ശരിക്കും ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. ഫിഷ് ലവേഴ്സ് അതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. എനിവേ, കണ്ടോ കുറേ പ്ലാൻസ് ഉണ്ട്. കണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ ഒരു പെറ്റ് ഷോപ്പ്, ഫിഷ് ഷോപ്പ് തുടങ്ങാൻ ഇഫ് യു ഹാവ് എ പ്ലാൻ, യു ക്യാൻ ഡെഫിനറ്റ്ലി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ഇവിടെ നിന്ന്. ബെറ്റ ഫിഷിൻ്റെ കളക്ഷൻ ഉണ്ടോ വീട്ടിൽ? ഇഷ്ടം പോലെ. പിന്നെ മേടിക്കാൻ മേടിച്ചോണ്ടിരിക്കുക. എന്തിലാണ് ഇപ്പോൾ വലിയ ടാങ്ക് ഉണ്ടോ? ബൗളാണ്. ഒരെണ്ണത്തിൽ എത്ര, ഒരു ബൗളിൽ എത്ര ബെറ്റ ഫിഷ് ഇടും? ഒരു ബൗളിൽ ഒരെണ്ണം ഇടുള്ളൂ. എത്ര ബൗള്? ചേർത്തിടും. ബ്രീഡിങ് ടൈമിൽ ചേർത്തിടും അല്ലേ? ഈനോസ്. അപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വളർത്തുന്ന ആളുകൾ പറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി ഒത്തൻറ്റിസിറ്റി ഉണ്ടല്ലോ. അത് കാരണം ഞാൻ ഇവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്ന. മീൻ മേടിച്ചാ? ഏതാ നോക്കട്ടെ, എന്താ മേടിച്ച? ഗോൾഡ് ഉണ്ട്. പിന്നെ ഗോൾഡ് ഫിഷാണ് മേടിച്ച. പേരെന്താ? ആരോണക്ക് കൊടുക്കാൻ വേണ്ടി തീറ്റ മേടിച്ചത്.
ഏത് ഫിഷിനെ സെലക്ട് ചെയ്യുന്ന? ബ്ലൂ ഗോൾഡോ? സ്ഥിരം ഇവിടെ നിന്നാണ് മേടിക്കണം? ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാ? ഷോപ്പിലേക്ക് ഇവിടെ നിന്ന് എടുക്കാറുണ്ട് അല്ലേ? ഹോൾസെയിലായിട്ട് എടുക്കും. ഹോൾസെയിൽ പ്രൈസ് ആണോ ഇവിടെ ഫിഷസിന്? അപ്പോൾ തൻ്റെ ഷോപ്പ് എവിടെ? കുഴുപ്പള്ളി, അതായത് ചെറായി കുഴുപ്പള്ളി. ഓക്കെ, അക്കരയിലാണ്. എറണാകുളത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വില കുറവ് അല്ലേ? നല്ല കളക്ഷനും ഉണ്ട്. വെറൈറ്റി ഫിഷസ് ഒക്കെ ഉണ്ട് ഇവിടെ. വെറൈറ്റി ഫിഷസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ അസുഖങ്ങൾ കുറവാണ്. അസുഖങ്ങൾ കുറവാണ് ഇവിടുത്തെ ഫിഷസിനല്ല. അതെന്തോ അങ്ങനെ അവരെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തിട്ടാണോ? അതറിയാൻ പാടില്ല. റെഗുലർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെ, സ്ഥിരം കസ്റ്റമർ ആണോ? ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ടല്ലേ? ഓക്കെ. ഇവിടെ വരാറുണ്ട്. താങ്ക് യു. ട്രോപ്പിക്കൽ അക്വേറിയം അല്ലേ? അക്വാ ഫിഷ്. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഇസ് മീ അംബരീഷ് മുകുന്ദൻ സൈനിങ് ഓഫ്.